ലാലേട്ടൻ്റെ ഒരു ചെരുവ് ഞാൻ പോസ്റ്റർ കളക്ഷനെ കുറിച്ചിട്ട് ഒരു സംഗതികളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ് ദാറ്റ് ലാലേട്ടൻ്റെ ചെരുവ് ശരിയാക്കാൻ പറ്റുമോ. ഞാൻ പേഴ്സണലായിട്ട് വർക്ക് ചെയ്ത സമയങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ചോദിച്ചതാണ് ദാറ്റ് ഇതെന്തെങ്കിലും ചെയ്തിരിക്കുന്നത്. ഫോർ മീ എനിക്ക് എക്സ്റേയോ MRIയോ അങ്ങനെ ഒന്നുമില്ല. വർക്ക് ചെയ്ത സമയത്ത് അറിയാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറലി ആൾ അങ്ങനെയാണെന്നൊരു ഫീലാണ് ദാറ്റ് ഹീസ് വെരി കംഫർട്ടബിൾ വിത്ത് ഇറ്റ്. ആൻഡ് അത് ആളിനെ വളരെയധികം ആളുടെ ആക്ഷൻസിലും അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. റാദർ ദാൻ കോസിങ് എനി കൈൻഡ് ഓഫ് ഡിസ്കംഫർട്ട് ഓർ ഇഞ്ചുറി, ഹി ക്യാരീസ് ഇറ്റ് റിയലി വെൽ ആൻഡ് ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ക്യാരിങ് ഇറ്റ്. ഇത്രയും കൊല്ലമായിട്ട് വളരെ നീറ്റായിട്ട് അത് ക്യാരി ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് കറക്റ്റ് ചെയ്താലായിരിക്കും ഇനി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതൊന്ന് തുടരാണ്ടിരിക്കുന്നത് നല്ലത്. വി ഹാവ് ഡെഫിനറ്റ്ലി ഹാഡ് എ ടോക്ക് അബൌട്ട് ഇറ്റ്. ലൈക്ക് ലാലിന്റെ ചെരുവാണ് അതിന്റെ ബ്യൂട്ടി. അത് നന്നാക്കാൻ ഒരാൾ ശ്രമിക്കും വേണ്ട, അത് ആളുടെ ഐഡന്റിറ്റിയാണ്. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് പലരും ദാറ്റ് വെൻ ഐ വർക്ക്ഡ് വിത്ത് ദം വാസ് ഇറ്റ് പോസിബിൾ പോസ്റ്റർ കളക്ഷനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് ലാലേട്ടൻ്റെ അത് നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിന് ട്രൈ ചെയ്യുന്നില്ല. പുള്ളിന്റെ അഴക് അത് തന്നെയാണ്. ആ ഒരു ചെരുവ് നമ്മുടെ എന്താ പറയാ കേരളത്തിന്റെ ഒരു ചെരുവ് തന്നെയായിട്ട് മലയാളിന്റെ ഒരു ചെരുവായിട്ട് തന്നെ അത് കണക്ക് കൂട്ടണം. കാരണം അതൊരു രസമാണ്.